കുറേ വിഡ്ഢികൾ ചോദിക്കാറുണ്ട് ഈ ഡോഗ് റെസ്ക്യൂ ചെയ്യുന്ന ആളുകളോട്, നിങ്ങൾ എന്താണ് ഈ ഡോഗിനോടും പൂച്ചകളോടും മാത്രം ഇത്ര സ്നേഹം കാണിക്കുന്നത്, മറ്റ് ജീവികളോട് കോഴി, പശു, ആട്, പോത്ത്, എരുമ, മൊയിൽ, കാട, കീരി ഇതിനോട് നിങ്ങൾക്ക് സ്നേഹമില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത്തരം ജീവികളെ നമുക്ക് ഒരിക്കലും റെസ്ക്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച് നിങ്ങൾ ഈ പറയുന്ന ജീവികളെയൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അവ ജനിച്ച് ഒന്ന് നടക്കാറാവുന്നതിന് മുൻപ് തന്നെ മനുഷ്യനെയൊക്കെ പിടിച്ചു തിന്നും. പിന്നെ അത്തരം ജീവികൾ പിന്നെ എന്തിനാണ് പ്രത്യേകിച്ച് ഇങ്ങനെ അസുഖം വന്നിട്ട് നമ്മൾ രക്ഷിക്കേണ്ട ആവശ്യം വരാറില്ല. ഇതുപോലെ വണ്ടി ഇടിച്ചിട്ടൊന്നും മറ്റ് ജീവികൾ കിടക്കുന്നത് നിങ്ങൾ കാണാറ് പോലുമില്ല. അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് അർത്ഥം തന്നെ ഇല്ല. ഇത് തന്നെ പാലക്കാട് ജില്ലയിൽ ചന്തപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് മുഖത്ത് ട്യൂമറായി നടന്നിരുന്ന ഒരു ഡോഗാണ്. എന്തായാലും അവനെ നമ്മൾ പിടിച്ച് കീമോതെറാപ്പി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ കുറേ വിദ്യാസുരന്മാർ ചോദിക്കാറുണ്ട്, കടുവ, പുലി, സിംഹം, കരടി, ആന ഇതൊന്നും മൃഗസ്നേഹികൾ കാണാറില്ലെന്ന്. ഇതിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ മൃഗസംരക്ഷണ വകുപ്പുണ്ട്. അതൊക്കെ വന്യജീവികളാണ്. അതിലൊന്നും പോയി കൈ കടത്തേണ്ട ഒരാവശ്യം ഒരു ഡോഗ് റെസ്ക്യൂ ചെയ്യുന്നവനില്ല. പിന്നെ പോരാത്ത തന്നെ അതൊക്കെ ഈ വന്യജീവി അല്ലാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ പൂച്ചയും പട്ടിയും. അതിനെ രക്ഷിക്കാനുള്ള കടമ ഓരോ മനുഷ്യർക്കും മനുഷ്യത്തുള്ളവർക്കുണ്ട്.